ഹൈ ഓൾ, സെക്കൻഡ് സെമസ്റ്റർ BBAയുടെ ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് അനാലിറ്റിക്സ് എന്ന പേപ്പറിൻ്റെ ചാപ്റ്റർ 3 അതിൽ സാമ്പിളിംഗ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന ചാപ്റ്ററിൽ സാമ്പിളിങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സാമ്പിളിംഗ്, അതുപോലെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഡാറ്റ അനാലിറ്റിക്സിൽ ഉപയോഗിക്കുന്ന ഒരു മെഷറാണ്, അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ അനാലിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാനും അതുപോലെ ആ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിറ്റിക്സിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയ്ക്ക് നമ്മുടെ ഈ ഒരു പേപ്പറിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എന്താണ് സാമ്പിളിംഗ് എന്നുള്ളത് ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സാമ്പിളിംഗ് എന്ന് പറയുന്നത് ബ്രീഫ് ചെയ്തിട്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഒരു വലിയ കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ വലിയൊരു പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് വേണ്ട അത്രയും ആൾക്കാരെ നമുക്ക് അപ്രോച്ച് ചെയ്യാനും അല്ലെങ്കിൽ അത്രയും ഐറ്റംസ് നമുക്ക് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടോ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടോ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഒരു വലിയ പോപ്പുലേഷൻ്റെ ഒരു ചെറിയ റെപ്രസെൻറ്റേഷനെ മാത്രം നമ്മൾ ചൂസ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് മാത്രം ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ സാമ്പിളിംഗ്, അതുപോലെ സാമ്പിളിങ്ങിൻ്റെ എലമെൻറ്റ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സാമ്പിളിംഗ് പ്രോസസ്സാണ്. എങ്ങനെയാണ് സാമ്പിളിംഗ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ സാമ്പിളിംഗ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ. അപ്പോൾ എന്ത് അനാലിസിസ് ആണോ അല്ലെങ്കിൽ എന്ത് ടെസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ എന്ത് എക്സ്പെരിമെൻ്റ് ആണോ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്, അതിനാവശ്യമായിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ടാർഗറ്റ് എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സാമ്പിളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് തരം ആൾക്കാരെയാണ് അല്ലെങ്കിൽ ഏത് തരം ഐറ്റംസാണ് നമുക്ക് ഈ ഒരു സാമ്പിളിംഗ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഓൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഇൻ എ കൺട്രി ടു സ്റ്റഡി ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ പുതുതായിട്ടൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങുന്നതിനെ കാര്യത്തെക്കുറിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൾ ദി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഇൻ ദ കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസുമാണ് നമ്മുടെ സാമ്പിളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷനായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ സാമ്പിളിംഗ് ഫ്രെയിം ആണ്. അപ്പോൾ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് ദ ഡാറ്റ ബേസ് ഫോർ ദി പോപ്പുലേഷനാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മൾ എടുക്കാൻ പോകുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ ആൾക്കാരുണ്ടല്ലോ, അവരുടെ കംപ്ലീറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസിനാണ് നമ്മൾ വിളിക്കുക? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വിളിക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് സാമ്പിളിംഗ് ഫ്രെയിം ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഇൻ എ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന പോപ്പുലേഷനിലെ ആൾക്കാരുടെ കംപ്ലീറ്റ് ലിസ്റ്റിനെയാണ് നമ്മൾ വിളിക്കുക? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിനാണെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ്, അതായത് കോളേജസിനകത്തുനിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പറയുന്ന ഈ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിട്ടുള്ള സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണം? ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ സാമ്പിൾ സൈസ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് വേണ്ട സാമ്പിൾസിൻ്റെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയുടെ ആക്യുറസീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ മൊത്തം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒരു കൺട്രിയിലുള്ളത് നമുക്കൊരു ചില ലാക്സ് ഓഫ് സ്റ്റുഡൻസ് ചിലപ്പോൾ ഉണ്ടാവും ഓരോ രാജ്യത്തും നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ എത്രയോ ലക്ഷം ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു വലിയ ക്രൗഡിനെ
റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വലിയൊരു സാമ്പിൾ എടുത്താൽ മാത്രമേ നമുക്കതിനെ കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷനായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 10 lakhsനെ നമുക്കൊരു 100 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ 10 lakhന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ഒരു സാമ്പിൾ സൈസ് വേണം നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ. Okay, decide how many individuals or units you need in your sample to ensure accurate representation and statistical power. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാമ്പിൾ എന്ന് പറയുന്നത് ദ ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ പോപ്പുലേഷൻ ആണ്. നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നമ്മുടെ സാമ്പിൾ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ സൈസ് അതിനനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരു വലിയ പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളും എത്ര തന്നെയായിരിക്കണം, അത്ര തന്നെ വലുതായിരിക്കും. ഇപ്പോൾ നമുക്കൊരു വെറും 100 persons ആണ് നമ്മുടെ പോപ്പുലേഷൻ എങ്കിൽ നമുക്കൊരു 50 ആൾക്കാരെ അല്ലെങ്കിൽ ഒരു 30 ആൾക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടും. കാരണം നമ്മുടെ പോപ്പുലേഷൻ അത്ര വലുതല്ല. അപ്പോൾ നമ്മുടെ സാമ്പിളും അത്ര വലുതാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് ദ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയുടെ ആക്യുറസീനെ ബാധിക്കുന്ന, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഈ സാമ്പിൾ സൈസ് എപ്പോഴും നമ്മുടെ ആക്യുറസി അല്ലെങ്കിൽ സാമ്പിളിംഗ് പ്രൊസീജിയറിൻ്റെ കൃത്യതേനെ, ആക്യുറസീനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് മേ ബി ബിഗ് ഓർ സ്മോൾ, എങ്ങനെ വേണമെങ്കിലും ആവാം. അത് നമ്മുടെ പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം. ഈസ് പോപ്പുലേഷൻ ഇസ് ബിഗ്, ദ സാമ്പിൾ സൈസ് ഇസ് ഓൾസോ ബിഗ്. പോപ്പുലേഷൻ ചെറുതാണെന്നുണ്ടെങ്കിൽ സാമ്പിൾ സൈസും ചെറുതായിരിക്കും. ഓക്കെ, ആൻഡ് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് മെത്തേഡാണ്. ഇനി ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സാമ്പിൾസിനെ ചൂസ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ടെക്നിക് ഫോർ സെലക്ടിങ് യുവർ സാമ്പിൾ. അപ്പോൾ ഒരുപാട് സാമ്പിളിംഗ് ടെക്നിക്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, യൂസ് ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മൾ 1 by 1 ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ, സിസ്റ്റമാറ്റിക്, അങ്ങനെ പലതരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റഡി എത്രമാത്രം ആക്യുറസി നീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരം സാമ്പിളിംഗ് മെത്തേഡ്, അതായത് മെത്തേഡ്സ് ഓഫ് സെലക്ടിങ് ദ സാമ്പിളിംഗ് ആണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ സെലക്ടിങ് ഇൻഡിവിജ്വൽ കേസസ് ഇൻ ദ സാമ്പിൾ ഫ്രം എ ടാർഗറ്റ് പോപ്പുലേഷൻ യൂസിങ് സാമ്പിളിംഗ് ഫ്രെയിം. അപ്പോൾ എന്താണ് സാമ്പിളിംഗ് മെത്തേഡ്? സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ്റെ അകത്തുനിന്ന് അക്യുറേറ്റ് ആയിട്ടുള്ള സാമ്പിൾസിനെ ചൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സാമ്പിളിംഗ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാമ്പിളിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. സ്റ്റെപ്സ് ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ടൈറ്റിൽസ് മാത്രം പഠിച്ചാൽ പോരാ, കണ്ടൻറ്റും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആൻഡ് സ്റ്റെപ്പ് 4, 4 സ്റ്റെപ്സാണുള്ളത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കി വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ആണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. നമ്മളിപ്പോൾ 4ാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞ കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോണത്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്? സാമ്പിൾസിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? അപ്പോൾ സാമ്പിളിംഗ് മെത്തേഡ്സിനെ നമ്മൾ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് റാൻഡം സാമ്പിളിംഗ് ആണ്. റാൻഡം സാമ്പിളിങ്ങിനെ തന്നെ നമ്മൾ ഓൾറെഡി വേറൊരു പേരും കൂടി പറയാറുണ്ട്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് നോൺ റാൻഡം സാമ്പിളിംഗ്, അല്ലെങ്കിൽ അതിനെന്ത് വിളിക്കും, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ ഈ 2 പേരുകളും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് മീൻസ് അതിന് തന്നെ നമ്മൾ എന്ത് വിളിക്കും, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് വിളിക്കും. ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഓക്കെ, ഇനി ഈ മെയിൻ ഹെഡ്സിനെ കൂടാതെ കുറേ സാമ്പിളിംഗ് മെത്തേഡ്സ് അതിൻ്റെ താഴെയായിട്ട് സബ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. റാൻഡം സാമ്പിളിങ്ങിൻ്റെ കീഴിൽ വരുന്ന മെത്തേഡ്സ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ, പിന്നെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, സീക്വൻഷ്യൽ സാമ്പിളിംഗ്, എക്സെട്ര. അങ്ങനെ പലതരം മെത്തേഡ്സ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ അടുത്തത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. അതിൻ്റെ അണ്ടറിലും ഇതേപോലെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ലിസ്റ്റ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനും ഉണ്ട്.